കേരള സർവകലാശാല രജിസ്ട്രാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സർവകലാശാലയുടെ നിലപാടും കോടതിയെ അറിയിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ അടക്കമായിരിക്കും കോടതിയെ അറിയിക്കുക. സാലി ചേരുന്നു. സാലി, എപ്പോഴാണ് ഇത് കേസ് പരിഗണിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, കഴിഞ്ഞ ദിവസം ഈ കേസ് വന്നിരുന്നു. അപ്പോൾ ജസ്റ്റിസ് എൻ നഗരേഷാണ് ആ കേസ് പരിഗണിച്ചതും ചില വിവാദമായേക്കാവുന്ന പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് വരുന്നത് ഈ യൂണിവേഴ്സിറ്റി കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിൻ്റെ മുമ്പിലേക്കാണ്. ജസ്റ്റിസ് കെ സിംഗ് 6D കോടതിയിൽ 14ാമത്തെ ഐറ്റമായി ആ കോടതി ഇപ്പോൾ സിറ്റിംഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. 14ാമത്തെ ഐറ്റമായി വരും. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ആ കേസ് പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് നടക്കാൻ പോകുന്നത് നമുക്കറിയുന്നത് പോലെ രജിസ്ട്രാർ പദവിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഡോക്ടർ KS അനിൽകുമാറിൻ്റെ ഹർജിയാണ്. ആ ഹർജി പരിഗണിക്കുമ്പോൾ അനിൽകുമാറിൻ്റെ അഭിഭാഷകൻ അറിയിക്കാൻ പോകുന്നത് താൻ ഈ ഹർജി പിൻവലിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഇന്നലെ നമുക്കൊക്കെ അറിയുന്നത് പോലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഈ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ തുടർ നടപടികളിലേക്ക് കടന്നിരുന്നു. അതായത് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ തിരിച്ചെടുക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തതിനെതിരായ ഹർജി ഇനി ആവശ്യമില്ല, തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ച സ്ഥിതിക്ക് ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ് യൂണിവേഴ്സിറ്റി ആക്ട് അനുസരിച്ച് നിലനിൽക്കുക. അതുകൊണ്ട് ഇനി ഈ ഹർജിയുടെ ആവശ്യമില്ല എന്നൊരു നിലപാടായിരിക്കാം ഡോക്ടർ KS അനിൽകുമാറിൻ്റെ അഭിഭാഷകൻ കോടതി അറിയിക്കുക. മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ആ സിംഗിൾ ബെഞ്ച് സർവകലാശാലയോടും പോലീസിനോടും വിശദീകരണം തേടിയിരുന്നു. അപ്പോൾ പോലീസിനോട് വിശദീകരണം തേടിയത് എന്ത് സാഹചര്യത്തിൽ ആണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടോ ഒന്ന്. മറ്റൊന്ന്, സർവകലാശാലയോട് വിശദീകരണം തേടിയത് എന്ത് സാഹചര്യത്തിലാണ് രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ആ കാര്യത്തിൽ തന്നെ സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വൈസ് ചാൻസലർ സ്വന്തം തൻ്റെ ഇഷ്ടപ്രകാരം നടത്തിയ ഒരു നടപടിയായിരുന്നു അത്. അതിനെ തുടർന്നാണ് ഈ സസ്പെൻഷനിലേക്കൊക്കെ പോയത്. അപ്പം രണ്ട് തട്ടിലാണ് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും. അപ്പോൾ രണ്ട് കൂട്ടരുടെയും നിലപാട് ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ വന്നേക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചുമതലയിലുണ്ടായിരുന്ന സമയത്താണ് ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് വരുന്നത്. അതിനുശേഷം അദ്ദേഹം റഷ്യയിലേക്ക് പോയി. തുടർന്ന് ഡോക്ടർ സിസ തോമസ് ഈ ചുമതലയിലേക്ക് വന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക VC ആയി ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. ഇന്ന് നാളെ അവർ മാറും. കാരണം മോഹനൻ കുന്നുമ്മൽ ഇന്നോ നാളെയോ മടങ്ങിയെത്തും. അപ്പോൾ എങ്കിലും ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് ആണ്. അപ്പോൾ അവരും കക്ഷി ചേരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റൊരു ഹർജിയുമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യമാണ് ഈ സർവകലാശാല കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിലുള്ളത്. കോടതി എന്താണ് പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പരിഗണിച്ച ജസ്റ്റിസ് എൻ നഗരേഷ് അല്ല ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ജഡ്ജ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഷമ്മി, സാലി, ഹർജിക്ക് ഒരു സ്റ്റേ അനുവദിക്കാൻ എന്നുള്ള ആവശ്യം അന്ന് അംഗീകരിച്ചിരുന്നില്ല. വിശദമായി കേസ് ഇന്ന് പരിഗണിക്കാം എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? കാരണം അത് സങ്കീർണമാണ് വിഷയം. കാരണം ഒന്ന്, ഈ ഹർജിക്കാരൻ ഹർജി പിൻവലിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഹർജിയുടെ എക്സിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ച് പോലീസിനോടും സർവകലാശാലയോടും നിലപാട് അല്ലെങ്കിൽ വിശദീകരണം തേടിയിരുന്നു. പോലീസ് വിശദീകരണം ഇന്ന് കൊടുക്കും. സർവകലാശാലയുടെ വിശദീകരണം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഗവർണർ തന്നിഷ്ടപ്രകാരം നിയോഗിച്ച ഒരു വൈസ് ചാൻസലറാണ് അവിടെയുള്ളത്, ഒരു സംഘപരിവാർ അനുകൂലി. അപ്പോൾ ആ സംഘപരിവാർ അനുകൂലിയായ വൈസ് ചാൻസലർ ഒരു നിലപാടെടുക്കുന്നു. സർവകലാശാലയെ പ്രതിനിധാനം ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയായ സിൻഡിക്കേറ്റ് മറ്റൊരു നിലപാടെടുക്കുന്നു. അപ്പോൾ ആ വിഷയത്തിൽ രണ്ട് കൂട്ടരുടെയും വെവ്വേറെ സത്യവാങ്മൂലങ്ങൾ ഒരു പക്ഷേ ഇന്ന് കോടതിയിൽ വന്നേക്കാം. അതിനോട് കോടതി എന്ത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. അത് കൂടാതെയാണ് താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന VC ഡോക്ടർ സിസ തോമസ് ഇന്നലെ നടന്ന, അതായത് സർവകലാശാല ആസ്ഥാനത്ത് സിൻഡിക്കേറ്റ് യോഗം നടക്കുകയും അവർ ഇടയ്ക്ക് ഇറങ്ങിപ്പോവുകയും തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം തുടരുകയും ആ തുടർന്ന യോഗത്തിൽ വെച്ച് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തിരികെ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു.
ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത് നിയമപരമല്ല എന്നൊരു വാദം സിസ തോമസ് ഇന്നലെ ഇന്നുമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോടതിയുടെ മുമ്പിൽ വരാനും സാധ്യതയുണ്ട്. കാരണം അവർ ഒന്നുകിൽ ഈ കേസിൽ ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുത്ത് കക്ഷി ചേരും, അല്ലെങ്കിൽ മറ്റൊരു ഹർജിയായിട്ട് വരും, അല്ലെങ്കിൽ സർവകലാശാല എതിർകക്ഷി എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർക്ക് സ്വന്തം അഭിഭാഷകനെ നിയോഗിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സങ്കീർണമാണ് പ്രശ്നം. കോടതി ഇന്നൊരു തീർപ്പിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. മാത്രവുമല്ല, ജസ്റ്റിസ് എൻ നഗരേഷ് സ്വീകരിച്ചതുപോലൊരു നിലപാട് ഈ ജഡ്ജിയിൽ നിന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം ഈ കേസ് ഈ ജഡ്ജ് എന്ന് പറയുന്നത് സർവകലാശാല കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയാണ്. ജസ്റ്റിസ് എൻ നഗരേഷ് അന്ന് താൽക്കാലികമായി ആ കേസുകൾ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വി സിക്കും ചാൻസലർക്കും അനുകൂലമായ നിലപാടാണ് പൊതുവിൽ കോടതി മുറിയിൽ സ്വീകരിച്ചത്. ഈ കാവ്യവസ്ത്രമുടുത്ത സ്ത്രീയുടെ ചിത്രം വയ്ക്കുന്നതിന്, അല്ലെങ്കിൽ RSS ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിന് എന്താണ് തടസ്സമെന്ന ചോദ്യമൊക്കെ നഗരേഷ് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നതല്ല സാഹചര്യം. ഇന്ന് ജസ്റ്റിസ് ബെഞ്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ബെഞ്ച് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹർജി പിൻവലിക്കാൻ ഡോക്ടർ KS അനിൽകുമാർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ പുതിയ ബെഞ്ചിൻ്റെ തീരുമാനം എന്താകും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആ ഹർജി പിൻവലിക്കുന്നതോടുകൂടി കഴിഞ്ഞ ദിവസം നടന്ന നടപടികളുടെ തുടർച്ചയുണ്ട്. അതായത് പോലീസിനോടും യൂണിവേഴ്സിറ്റിയോടും നിലപാട് വിശദീകരണം തേടിയിരുന്നു. ആ ഇൻസ്ട്രക്ഷന് മറുപടി ഇന്ന് വരും. ആ ഇൻസ്ട്രക്ഷന് മറുപടിക്ക് ഇനി എക്സിസ്റ്റൻസ് ഉണ്ടോ? കാരണം ഹർജി പിൻവലിച്ചു പോയ സാഹചര്യത്തിൽ അതിന് എക്സിസ്റ്റൻസ് ഉണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരു സങ്കീർണമായ നിയമപ്രശ്നം അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് കോടതി ഇന്ന് അതുകൊണ്ട് തന്നെ ഒരു അന്തിമ തീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. എല്ലാ കൂട്ടരെയും നിലപാട് തേടി പ്രാഥമികമായ വാദം കേട്ട ശേഷം പിന്നെ ഒരു ദിവസത്തേക്ക് വെക്കാനാണ് സാധ്യത. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് റെമഡി കാണേണ്ട ഒരു ഇഷ്യൂ ഇതിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും കേരള യൂണിവേഴ്സിറ്റിയിൽ ചാൻസലർ തന്നിഷ്ടപ്രകാരം, ഗവർണർ തന്നിഷ്ടപ്രകാരം വൈസ് ചാൻസലർമാരെ നിയോഗിക്കുകയും അവർ മറ്റ് ചിലരിൽ നിന്ന് ഉള്ള നിർദ്ദേശം അനുസരിച്ച്, സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി സവിശേഷമായൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ സങ്കീർണമാണ് ഇഷ്യൂ. അതിൽ രാഷ്ട്രീയമുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്, അതിനപ്പുറം മറ്റു ചില സംഘപരിവാർ താല്പര്യങ്ങളുടെ പ്രശ്നമുണ്ട്. അതൊക്കെ ചേർന്നുകൊണ്ട് ഈ വിഷയത്തെ സങ്കീർണമാക്കുന്നു എന്നുള്ളത് കൊണ്ട് കോടതി എന്തു പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അന്തിമ തീർപ്പിലേക്ക് ഒന്നും ഇന്ന് കോടതി പോകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാലി, ഇന്നലെ ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷമാണ് ഇത് രജിസ്ട്രാറെ തിരികെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴേക്കും വൈസ് ചാൻസലർ താൽക്കാലിക VC ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നീട് വീണ്ടും സിൻഡിക്കേറ്റ് ചേർന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് വരുന്നത്. അത്തരം വിഷയങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ പരാമർശിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതിന് സാധ്യതയുണ്ട്. കാരണം സിസ തോമസിൻ്റെ ഒരു അഭിഭാഷകൻ ഇന്ന് ഹാജരാകുമെന്നാണ് നമ്മൾ കേട്ടത്. സിസ തോമസ് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത താൽക്കാലിക VC ആണ്. അപ്പോൾ ആ താൽക്കാലിക VC ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കോടതിയിലെത്തിയാൽ അത് കോടതി എങ്ങനെ കേൾക്കും, എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർ സിസ തോമസിന് വേണ്ടി കോൺഗ്രസ് അനുകൂല ഒരു അഭിഭാഷക നേതാവുണ്ട്, അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം. അദ്ദേഹം ഹാജരാകും എന്നാണ് ഒടുവിൽ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ ഒരു വലിയ വാദത്തിലേക്ക് പോകും. സിസ തോമസിൻ്റെ വാദം കേൾക്കേണ്ടതുണ്ടോ എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും അതിൽ പല സങ്കീർണമായ ഘടകങ്ങൾ അതിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കാൻ സാവകാശം തേടും. പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് സർവകലാശാല വൈസ് ചാൻസലർക്ക് മുകളിൽ സർവകലാശാല വൈസ് ചാൻസലർ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? പ്രത്യേകിച്ചും രജിസ്ട്രാറിൻ്റെ നിയമനവും സ്ഥലമാറ്റവും, അല്ലെങ്കിൽ തസ്തിക മാറ്റവും സസ്പെൻഷനും അച്ചടക്ക നടപടിയൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി ആക്ട് പറയുന്നത് അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ് എന്നുള്ളതാണ്. പക്ഷേ സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ആദ്യം ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇന്നലെയും സമാന സാഹചര്യം ഉണ്ടായി. ഈ മോഹനൻ കുന്നുമ്മൽ റഷ്യയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മോഹനൻ കുന്നുമ്മലിൻ്റെ തന്നെ മനോഭാവമുള്ള, കേരളത്തിലെ സംഘപരിവാറുമായി ബന്ധമുള്ള RSS അനുകൂലി ചാൻസലറുടെ, അതായത് ഗവർണറുടെ നോമിനിയായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് അവിടെ താൽക്കാലിക VC ആയി എത്തി. അവരെടുത്ത നിലപാടും മോഹനൻ കുന്നുമ്മലിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ സങ്കീർണതകൾ ഒരുപാടുണ്ട്. ആ സങ്കീർണതകൾക്കൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമപരവും രാഷ്ട്രീയമായ വിഷയങ്ങൾ തന്നെയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സർവകലാശാല ആക്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്.
കാരണം കേരള യൂണിവേഴ്സിറ്റി രൂപീകരിച്ചപ്പോൾ നിയമസഭ അല്ലെങ്കിൽ അന്നത്തെ സഭ പാസ്സാക്കിയ KU ആക്ട് ഉണ്ട്, അതിനുശേഷം വരുത്തിയ ഭേദഗതികളുണ്ട്. അതൊക്കെ പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറായ രജിസ്ട്രാറുടെ സ്ഥലം മാറ്റം, നിയമനം, മറ്റെല്ലാ കാര്യങ്ങളും, അച്ചടക്ക നടപടികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും അധികാരി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റാണ്, വൈസ് ചാൻസലർ അല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിൻഡിക്കേറ്റിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ മാത്രം കേരള യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ 10/3 പ്രകാരം വൈസ് ചാൻസലർക്ക് അധികാരം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഉണ്ട്, സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടുന്നുണ്ട്, ആ യോഗം നടക്കുന്നുണ്ട്. അങ്ങനെ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഉള്ള സാഹചര്യത്തിൽ, സർവകലാശാല സിൻഡിക്കേറ്റ് അവൈലബിളായ സാഹചര്യത്തിൽ ആ യോഗം വിളിച്ചു ചേർത്തായിരുന്നു തീരുമാനമെടുക്കേണ്ടിയിരുന്നത്. അതിനു പകരം 10/3 എന്ന KU ആക്ടിലെ ഒരു പ്രത്യേക വകുപ്പ് ഉപയോഗിച്ച് മോഹനൻ കുന്നുമ്മൽ ഡോക്ടർ KS അനിൽകുമാറെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായത്. അതാണ് അതിൻ്റെ നിയമപ്രശ്നം. പക്ഷേ അങ്ങനെ ആ 10/3 ഉപയോഗിക്കണമെങ്കിൽ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഉണ്ടാവരുത് എന്നുള്ളതാണ്. പക്ഷേ സർവകലാശാലയിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതാണ്, ആക്റ്റീവായൊരു സിൻഡിക്കേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു, മുൻപുള്ള ദിവസങ്ങളിൽ യോഗം ചേർന്നതാണ്. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ മാത്രം വിനിയോഗിക്കാൻ കഴിയുന്ന 10/3 എടുത്തുപയോഗിച്ചാണ് മോഹനൻ കുന്നുമ്മൽ ഡോക്ടർ KS അനിൽകുമാറെ സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരുടെ വാദം. ഇനി കോടതി അതെങ്ങനെ കാണുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. കോടതിയിൽ പുതിയ ജഡ്ജാണ്. ആ പുതിയ ജഡ്ജ് എങ്ങനെ ഈ വിഷയത്തെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.